ജീവിച്ചിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന ദൈവം ഉണ്ടെന്ന് പറയുന്നതിൽ ഞാൻ എനിക്ക് അപ്പോഴാ വിശ്വാസമായത്. സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ, വീഡിയോസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 100 പേർക്ക് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. കാരണം ഇത്ര എഫോർട്ട് എടുത്ത് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലല്ലോ. ഡിവോഴ്സിന്റെ വക്കി നിൽക്കുന്ന ഒരാളായിരുന്നു ആതിര. എന്നിട്ട് പോലും ആൾക്ക് ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പൊ നല്ല സ്നേഹത്തിൽ തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ പോലെ ഒരാൾക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കാനൊന്നും അർഹതയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്കിങ്ങനെ തോന്നി, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിയപ്പോൾ തുടങ്ങിയത് പരിപാടിയാണ്. ഒത്തിരി 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 മെസ്സേജസ് വരാറുണ്ട്. പക്ഷെ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് തീരുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, കുഞ്ഞുവായുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം, പേഴ്സണൽ പ്രെയറിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതും കൂടാണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ഒത്തിരി ബിസി ആയിട്ട് പോലും ഞാൻ കുറച്ച് സമയം കണ്ടെത്തി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ റിപ്ലൈ കിട്ടാത്തവർ ഇനിയും എന്നോടൊന്ന് വിചാരിക്കാതെ ടൈം കിട്ടുന്നപ്പോൾ റിപ്ലൈ തരാം. പക്ഷെ അത് ചിലപ്പോൾ ഡിലേ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്നോട് ഒന്നും വിചാരിക്കുക. ഹലോ ഗായ്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോളോവറിന്റെ സാക്ഷ്യമാണ്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട്, എന്റെ പേര് അനച്ച് മേരി. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ചാനൽ കുക്കിംഗ് ബ്ലോഗ്സും ഡെയിലി വ്ലോഗ്സും പിന്നെ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കും. ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കൂടെയാണ്. അതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ, വീഡിയോസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 100 പേർക്ക് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. കാരണം ഇത്ര എഫോർട്ട് എടുത്ത് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലല്ലോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിത്. കാരണം ഇല്ലാത്ത ടൈം ഉണ്ടാക്കി തമ്മിലാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ദൈവവചനം കൊടുക്കാത്തൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആളുടെ അനുഭവം ഒന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് ആതിര. ഞാൻ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം സങ്കടത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചെറിയൊരു വഴക്കായി. അങ്ങനെ എന്നെ വേണ്ടാന്ന് പോലും പറഞ്ഞ ഒരു നിമിഷം അപ്പോഴ് സത്യമായിട്ടും അങ്ങനെയാണ് ഞാൻ അനുവിനെ പരിചയപ്പെട്ടതിൽ ഇൻസ്റ്റ വഴി ഞാനൊക്കെ റീൽസ് കണ്ടതാണ്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് 33 ദിവസം പറയാൻ വേണ്ടി, എന്താ പറയുക, 31 ദിവസമേ ഞാൻ പറഞ്ഞു 31 ദിവസം ആയതേ ഉള്ളൂ. സത്യമായിട്ടും ദൈവം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അപ്പോഴാ വിശ്വാസമായത്. കാരണം എന്താണെന്നറിയാമോ, ആ 31 ദിവസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ 33 ദിവസം ഞാൻ ആ വചനം പറയുകയും ചെയ്തു. ഇപ്പം ഒരുപാട് ദൈവം അനുഗ്രഹിച്ചിട്ട് ഒരുപാട് നല്ലപോലെ എൻ്റെ ലൈഫ് പോകുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആ വചനം പറയുന്നുണ്ട്. എന്നും ഞാൻ ആ വചനം പറയുന്നുണ്ട്. ദൈവം ഒരു ദൂതനെ അയക്കും പോലെയാണ് അനുവിനെ നമുക്ക് തന്നത്. താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിന്. താങ്ക് യു ആതിര. നമുക്ക് ഇങ്ങനത്തെ മെസ്സേജസ് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. കാരണം എനിക്കൊരു കുഞ്ഞുവാവയുണ്ട്. എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം, എനിക്കൊരു 7 മാസമായ ഒരു കുഞ്ഞുവാവയുണ്ട്. സോ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അവനെ ഫീഡിങ് ആണ്, ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഫീഡ് എക്സ്ട്രാ വീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ പ്രയർ റിക്വസ്റ്റ് ഒക്കെ നോക്കി അവർക്ക് ഭജനം കൊടുക്കുന്നതും അവരുടെ റിപ്ലൈസ് കേൾക്കുന്നതും അവർ സജഷൻസ് കൊടുക്കുന്നതൊക്കെ ആ ഒരു ടൈം കണ്ടെത്തിയിട്ടാണ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ഈ വീഡിയോ എന്തോരം പേര് ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു പ്രയോജനം ഇല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ആതിരയുടെ കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ആളുടെ മെസ്സേജ് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഷോക്ക് ടൈപ്പ്. ഞാൻ ശരിക്കും പേഴ്സണലി പ്രയർ റിക്വസ്റ്റ് കേട്ടിട്ട് കൊടുത്ത സജഷൻ കൊടുത്ത ഒരാളല്ല, വചനം കൊടുത്ത ഒരാളല്ല. എന്റെ റീല് കണ്ടിട്ട് ആ ഒരു വചനം ഞാൻ വേണമെങ്കിൽ ഇന്റർവ്യൂ ആ വചനത്തിന്റെ വീഡിയോ ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ എല്ലാവരും ഉള്ളത് വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യത്തിലാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റക്കായി പോയെന്ന് തോന്നലുണ്ടാവാം. അല്ലെങ്കിൽ
നാളെക്കുറിച്ചോർത്തുള്ള ആകുലതകള് നമ്മളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടാവാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. നമ്മുടെ ലൈഫിലെ ഏതൊരു സാഹചര്യവും മാറ്റിമറിക്കാൻ ഈ ഒരു വചനം ദിവസവും പറഞ്ഞാൽ മതി. ഒരു 33 ദിവസം 33 തവണ ഈ ഒരു വചനം ഉരുവിടുവാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏത് സാഹചര്യവും തലകീഴ് മറിയുന്നത് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഇത് ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ഞാൻ പറഞ്ഞിരുന്നത് 1 ദിനവൃത്താന്തം 4:10 ആ ഒരു വചനമായിരുന്നു. അപ്പൊ ഈ ഒരു റീൽ കണ്ടേ പിന്നെ എന്നെ പേഴ്സണലി അറിയത്തൊന്നും ഇല്ല ആൾക്ക്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു റീൽ കണ്ടത് കൊണ്ട് മാത്രം ജസ്റ്റ് ഇങ്ങനെ അത്രയും പ്രയാസപ്പെട്ടിരുന്ന സാഹചര്യത്തില് ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു എന്നോട് ആതിര പറഞ്ഞത്. എനിക്ക് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആതിര ഈ ഒരു വചനത്തിന് സാക്ഷ്യം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞാനാണ് ഇങ്ങനെ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്കിതൊരു റീലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് നമ്മളാണ് ദൈവാനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് വോയിസ് അയച്ചു തന്നത്. ഒരുപാട് സങ്കടപ്പെട്ടാണ് നമുക്ക് സാക്ഷിയായിട്ട് ആദ്യം അയച്ചു തന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, ആൾക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നമുക്കത് മെസ്സേജ് ആയിട്ട് തരുവാണ് ചെയ്തത്. അപ്പൊ ആൾ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ റീല് കാണുന്നത്. ഞാൻ ഒരുപാട് തമ്പുരാനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തണം, തമ്പുരാന്റെ ദൈവാനുഭവം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാവാം ആതിരയ്ക്ക് ഈ ഒരു റീല് കണ്ടപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാന്ന് വിചാരിച്ചതും ആള് 33 ദിവസം ചെല്ലാൻ തീരുമാനിച്ചതും. അങ്ങനെ ഇത് ഭയങ്കര പവർഫുൾ പ്രെയർ ആണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും മാറി കിട്ടും. 33 ദിവസം 33 തവണയാണ് ഞാൻ ചൊല്ലാൻ പറയുന്നത്. 33ന്റെ കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ പ്രായമാണ് 33. 33ാമത്തെ വയസ്സിലാണ് ഈശോ മരിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. അപ്പം ഈശോയുടെ പ്രായമാണ് 33 എന്ന് പറഞ്ഞൊരു കണക്ക്. അപ്പൊ 33 തവണ 33 ദിവസം ചൊല്ലാനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആതിരയെ സംബന്ധിച്ചിടത്തോളം 31ാം ദിവസം തന്നെ അനുഭവം ഉണ്ടായി. ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ആതിര. എന്നിട്ട് പോലും ആൾക്ക് ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പൊ നല്ല സ്നേഹത്തിൽ തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. സോ നമ്മുടെ ഫോളോവേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേരിലേക്ക് ദൈവാനുഭവം ഉണ്ടാവുന്നുണ്ട്, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ടൈം എടുത്ത് റിക്വസ്റ്റ് എല്ലാം റിപ്ലൈ ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിന്റെ നാമം എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവത്തില്ല. കാരണം എന്നെ പോലെ ഒരാൾക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കാനൊന്നും അർഹതയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്കിങ്ങനെ തോന്നി, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിയപ്പോൾ തുടങ്ങിയത് പരിപാടിയാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിന് ദൈവം എത്ര വിലമതിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഒരുപാട് പേർ റിക്വസ്റ്റ് വരാറുണ്ട് കേട്ടോ. ഒത്തിരി പേരുടെ റിക്വസ്റ്റ് വരാറുണ്ട്. എനിക്ക് കുറെ ഒന്നും നോക്കാൻ പറ്റാറില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, കുഞ്ഞുവായുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം, പേഴ്സണൽ പ്രെയറിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതും കൂടാണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ബിസി ആയിട്ട് പോലും ഞാൻ കുറച്ച് സമയം കണ്ടെത്തി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ റിപ്ലൈ കിട്ടാത്തവർ ഇനിയും എന്നോടൊന്നും വിചാരിക്കാതെ ടൈം കിട്ടുന്നപ്പോൾ റിപ്ലൈ തരാം. പക്ഷെ അത് ചിലപ്പോൾ ഡിലേ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്നോട് ഒന്നും വിചാരിക്കരുത്. കാരണം എന്റെ സാഹചര്യം ഇതാണ്, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ താഴത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. ഒന്ന് ഹൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഒരു റെക്കമെൻഡേഷൻ യൂട്യൂബ് കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം മാക്സിമം ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്ര ലെങ്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാന്റെ ബെല്ലൈക്കൻ ടപ്പിന്ന് അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോഴേക്കും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ. And we sign off.